ഹലോ, എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരുപാടധികം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനലിനെ പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ എന്തായാലും റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ഗാർമെൻറ്റ്സ് ആണ്. ഗാർമെൻറ്റ്സിൽ മോഹൻ, സൗന്ദര്യ, ജയന്തി ഇവരെല്ലാവരും കൂടെ കരുണാകരൻ്റെ ക്യാമ്പിൽ നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. അല്ലെങ്കിലും അയാളുടെ കയ്യിൽ ഒരു തരത്തിലുള്ളൊരു തുമ്പുമില്ല. അയാൾ എന്തോ പരിഭ്രാന്തിയോടുകൂടി പറഞ്ഞതാണ്, അല്ലാതെ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ചുമ്മാ ഓരോന്നൊക്കെ അയാളിങ്ങനെ വിളിച്ചു പറയുമല്ലോ, അത്രയ്ക്ക് തന്നെ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അതേ കരുണാകരൻ വരുന്നു. കരുണാകരനാണെങ്കിൽ ഒരു പരസ്പര ബോധമില്ലാതെ എന്തൊക്കെയോ പൊറുപുറത്തുകൊണ്ടാണ് കരുണാകരൻ വരുന്നത്. കരുണാകരനെ കണ്ട് ഇവരാണെങ്കിൽ നേരെ ഓടി അതാത് സ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷെ കരുണാകരൻ ഇവരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. തീക്ഷണമായിട്ട് മറ്റെന്തൊക്കെയോ പൊറുപുറത്തുകൊണ്ടാണ് കരുണാകരൻ പോകുന്നത് കേട്ടോ. ഇത് കണ്ട് മോഹൻ പറയുകയാണ്, നോക്ക്, ഇതിപ്പോൾ ലോകാവസാനം വല്ലതുമായോ? സാധാരണ നമ്മുടെ അനക്കം ഒന്ന് കേട്ടാൽ തന്നെ കരുണാകരൻ നമ്മളെ പിടിക്കുന്നതാ. ഇപ്പോൾ കരുണാകരൻ നമ്മൾ ഓടി വരുന്നത് കണ്ടിട്ട് പോലും മനസ്സിലാകാത്തത് പോലെ നിൽക്കുന്നത് കണ്ടോ? എന്തു പറ്റിയാവോ? അങ്ങേർക്ക് വന്നപ്പോൾ മുതൽ സുഖമില്ലാന്ന് തോന്നുന്നു. പൊറുപൊറുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തലയ്ക്കാണ് സുഖക്കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെ മോഹൻ ചേട്ടാ തോന്നുന്നത്. നമുക്കെന്തായാലും പ്രിയൻ ചേട്ടനെ വിളിച്ച് കാര്യം പറയാമെന്ന് പറയുകയാണ്. അങ്ങനെ മോഹനാണെങ്കിൽ നേരെ പ്രിയനെ വിളിക്കുകയാണ്. പ്രിയ, ഞങ്ങളിതേ ഇവിടെയൊക്കെ അന്വേഷിച്ചു. കരുണാകരൻ്റെ മേശയിലും എല്ലായിടത്തും ഞങ്ങൾ നോക്കി, പക്ഷെ ഒരു തെളിവും കിട്ടിയില്ലടാ. ആണോ? അപ്പോൾ പിന്നെ അയാൾ എന്തായിരിക്കുള്ളൂ തെളിവുണ്ടെന്ന് ഇത്ര അടിച്ചു പറഞ്ഞത്? അത് പിന്നെ അയാൾക്ക് മാനസിക പ്രശ്നമുണ്ടോയെന്ന് ഒരു സംശയമുണ്ട്. അയാളിപ്പോൾ സ്വന്തമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. പഴയ ഒരു കരുണാകരനല്ല ഇപ്പോഴത്തെ കരുണാകരൻ. അയാൾക്ക് കാര്യമായിട്ട് എന്തോന്ന് സംഭവിച്ചിട്ടുണ്ടടാ. ആയിരിക്കും, നമുക്ക് എന്തായാലും പോകെ കണ്ടെത്താമെന്ന് പറയുകയാണ്. അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്, ദൈവമേ, ഓരോരോ പ്രശ്നങ്ങൾ കഴിയും തോറും ഓരോരോ പ്രശ്നങ്ങളിലേക്കാണല്ലോ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് തന്നെ വന്നാലും പ്രിയചേട്ടൻ്റെ എൻ്റെ ഇടയിൽ ഒരു മാനസിക പ്രശ്നം പോലും ഉണ്ടാവരുതെന്ന് പറയുകയാണ്. അപ്പോൾ പാർവതിയുടെ ചേച്ചി പാറു എന്ന് വിളിക്കുകയാണ്. അല്ല, ചേച്ചിയുടെ വെച്ചാണല്ലോ, ചേച്ചി എന്ത് ഇത്രയും വെളുപ്പാങ്കാലത്തെന്ന് പറഞ്ഞുകൊണ്ട് പാറു പൂജാ റൂമിൽ നിന്ന് ചെല്ലുകയാണ്. അപ്പോൾ ചേച്ചിയും ചേട്ടനും കൊണ്ട് വാ ഇരിക്കുന്നു പറയുകയാണ്. പ്രിയനും വരികയാണ്. കൂട്ടത്തിൽ പ്രിയൻ്റെ അമ്മയും തുളസിയും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പാറുവിൻ്റെ ചേച്ചി പറയുകയാണ്, ഞാൻ നിന്നെ കണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാ. അച്ഛനും അമ്മയും പറയാൻ പറഞ്ഞ കാര്യമോ നിന്നോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതെന്ത് കാര്യമോ? അത് പിന്നെ നിൻ്റെ 5ാം മാസമല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ചടങ്ങ് നടത്തണമെന്ന് അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ്. 5ാം മാസത്തിലോ? 5ാം മാസത്തിലെ ഗ്രാമത്തിലേക്കുള്ള പെൺകുട്ടികൾക്ക് പൂജ കൂടുന്നൊരു ചടങ്ങുണ്ട്. അത് ഇവൾക്ക് നടത്തണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അതിനിപ്പോൾ എന്താ, അത് നടത്തി കളഞ്ഞേക്കാമെന്ന് പ്രിയൻ പറയുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ പ്രിയൻ്റെ അമ്മ പറയുകയാണ്, കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളുടെ മോള് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്നത് മുറപ്രകാരം തന്നെയാണല്ലോ. ചെന്ന് പെണ്ണ് കണ്ട് വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെയാണല്ലോ കല്യാണം നടന്നിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ഇവൾക്ക് ഗർഭം ഉണ്ടായിരിക്കുന്നത്. എൻ്റെ പൊന്നു പെങ്കൊച്ചെ, നിനക്കൊക്കെ കാര്യം അറിയാലോ. എൻ്റെ മകൻ്റെ തലയിൽ ഇവളെ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ അതിൻ്റെ ചടങ്ങ് നടത്തണമെന്ന്, ഒരു ചടങ്ങ് ഇവിടെ നടത്താനായിട്ട് പറ്റില്ല എന്ന് നിൻ്റെ അച്ഛനും അമ്മയോടും ഇപ്പം തന്നെ വിളിച്ചു പറഞ്ഞേക്കാൻ പറയുകയാണ്. അപ്പോൾ പാർവതി പറയുകയാണ്, പ്രിയൻ ചേട്ടാ, അതൊന്നും നടത്തണ്ട, അത് നടത്താതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ കാരണം ആർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. പാറു, നീ ഒന്നും മിണ്ടാതിരിക്കുക. എൻ്റെ ഭാര്യയ്ക്ക് എന്ത് നടത്തണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണമ്മേ. എൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ കുഞ്ഞ് തന്നെയാണ്. നാളെ എൻ്റെ കുഞ്ഞ് ജനിച്ച് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ നല്ല ചടങ്ങുകളൊന്നും നിങ്ങൾ നടത്തിയിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം അതിന് തോന്നാൻ പാടില്ല. എല്ലാവിധ അനുഗ്രഹത്തോടും കൂടി വേണം ഞങ്ങളുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരാൻ. അതുകൊണ്ട് ഈ ചടങ്ങ് നടത്തിയേ മതിയാവുള്ളൂ. അങ്ങനെ നടത്തുന്നത് ഒന്ന് കാണണമല്ലോ. ഈ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോട് കൂടി ഇരിക്കുമ്പോൾ സമ്മതിക്കില്ലടാ എന്ന് പറയുകയാണ്. ഈ സമയത്ത് പ്രിയം പറയുകയാണ്, അമ്മയുടെ വാക്ക് മാനിച്ച് ഈ വീടിൻ്റെ ഉള്ളിൽ നടത്താനായിട്ട് ഞാൻ പോകുന്നില്ല. പിന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ നടത്തണമെങ്കിൽ നടത്താൻ എന്നെക്കൊണ്ട് സാധിക്കും. എന്നിരുന്നാലും ഞാൻ അതിന് തുനിഞ്ഞിറങ്ങുന്നില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ ചടങ്ങ് എവിടെ നടത്തണോ ഏത് രീതി നടത്തണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ തുളസി പറയുകയാണ്, എന്താ പ്രിയൻ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മായി പറയുന്നതിലും കാര്യമുണ്ടല്ലോ. എടി, നീയേ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യത്തിൽ നീ ഇടപെടണ്ട. പ്രത്യേകിച്ച് എൻ്റെയും എൻ്റെ ഭാര്യയുടെ ഇടയിൽ നീ ഇടപെടേണ്ട കാര്യമില്ല.
അപ്പോൾ ലക്ഷ്മി പറയുകയാണ്, എന്തായാലും ഞാൻ പറയാനായിട്ടുള്ളത് പറഞ്ഞു, നടത്തുകയാണെങ്കിൽ സന്തോഷമാവും, ശരി ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് അവരപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ കരുണാകരനെയാണ്. കരുണാകരനാണെങ്കിൽ പേടിച്ച് കുറച്ച് മദ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവമേ, എന്ത് ചെയ്യാനായിട്ടാണ്? ആ രഘുവിനെ കയ്യബദ്ധത്തിലാണെങ്കിലും ഞാൻ കൊന്നല്ലോ, ഇനിയിപ്പോൾ എല്ലാ പാപങ്ങളും കൂടെ എൻ്റെ തലയിൽ വന്ന് വീഴുമല്ലോ, എങ്ങാനും പോലീസ് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഥ അത് തീർന്നത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളാകെ പരിഭ്രാന്തിയിലിരിക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ അരവിന്ദ് വരികയാണ്. അല്ല കരുണാകരൻ സാറേ, സാർ ഒരു കാര്യം അറിഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സാറെന്താ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ? സാറിനെ കാണുന്നതിന് എനിക്ക് നേരവും കാലമൊക്കെ നോക്കണോ? അത് വേണ്ട സാറേ. അത് പിന്നെ സാറെന്താ വന്നേന്നു? അത് ഞാനേ സാറൊരു കാര്യം അറിഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്ത് കാര്യം? അത് നമ്മുടെ രഘു മരിച്ചില്ലേ? ആ മരിച്ചു, അതറിഞ്ഞു. അതെ, അവനെ ആരോ തലയ്ക്ക് നല്ല കട്ടിയുള്ള ആയുധം വെച്ചിട്ട് അടിച്ചാൽ കൊന്നിരിക്കുന്നതെന്ന്. അങ്ങനെ അതൊരു കട്ടിയുള്ള ആയുധമൊന്നും ആയിരുന്നില്ല സാറേ. അതെങ്ങനെ കരുണാകരൻ സാറിന് അറിയാം? അത് പിന്നെ അതെല്ലാവർക്കും അറിയാലോ. അത് ശരിയാ. അപ്പോൾ എന്നെ പോലെ തന്നെ കേസിൻ്റെ അപ്ഡേറ്റൊക്കെ കരുണാകരൻ സാറിനും അറിയാലേ? ഞാൻ അന്വേഷിക്കാറൊക്കെ ഉണ്ട്. കരുണാകരൻ സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെയാണല്ലോ രഘുവിനെ കൊണ്ടുവന്ന് സാറ് പാർപ്പിച്ചിരുന്നത്. അത് പിന്നെ അതൊക്കെ ശരി തന്നെയാണ്. അപ്പം പിന്നെ കരുണാകരൻ സാറിൻ്റെ നേരെ അന്വേഷണം തിരിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. എൻ്റെ പൊന്നരവിന്ദ് സാറേ, ഇങ്ങനെയൊക്കെ പറയല്ലേ, എൻ്റെ മനസ്സിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ. എന്നിങ്ങനെ കൊല്ലാക്കൊല ചെയ്യല്ലേ സാറേ. എൻ്റെ പൊന്ന് സാറേ, ഞാൻ പറയാനായിട്ടുള്ളത് പറഞ്ഞു. നോക്ക്, സാറാണ് ഈ കൊലപാതകം ചെയ്തത് എന്നുള്ളൊരവസ്ഥയിലേക്ക് വരെ വരും. എൻ്റെ പൊന്ന് സാറേ, ഈ കൊലപാതകവും എനിക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അയ്യോ, അതെനിക്കറിയാം. നമ്മുടെ കരുണാകരൻ സാറല്ലേ. സാറിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ടു നിൽക്കാനായിട്ട് വയ്യാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ സാറിനോട് വന്ന് 2 ഉപദേശം തരാമെന്ന് വിചാരിച്ച് പോകുന്നത്. സാറിനൊരു കാര്യം അറിയാമോ? രഘുവിനെ കൊന്നത് സാറാണെന്നെങ്ങാനും അറിഞ്ഞാൽ ഉറപ്പായിട്ടൊരു 10 വർഷം സാറ് കിടക്കേണ്ടി വരും ജയിലിൽ. മാത്രം ജയിൽ പുള്ളികളുടെ വക ഇടികൊള്ളും, പോലീസുകാരുടെ വക ഇടികൊള്ളും, ഇനി എന്തിനു പറയുന്നു നാട്ടുകാരുടെ വക വരെ സാറിൻ്റെ കുടുംബമാനവും എല്ലാം പോകും. സാറിന് അടിയും കൊള്ളും. അങ്ങനെയൊക്കെ പറയല്ലേ സാറേ. എന്ത് പറയാനായിട്ടാ, ഞാൻ നടക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. രഘു എൻ്റെ വീട്ടിൽ നിന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ രഘുവിനെ കൊന്നു എന്നുള്ളതല്ല സാറേ. എൻ്റെ വീട്ടിൽ കുറച്ച് നാൾ മുക്താ വേണം പറഞ്ഞിട്ട് ഞാൻ രഘുവിനെ കൊണ്ടുവന്ന് നിർത്തിയായിരുന്നു, അത് സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ അവനെ കൊന്നിട്ടില്ല. അവനെ കൊല്ലണം എന്നുള്ള ഒരു ആഗ്രഹവും എനിക്കില്ല. അതെനിക്കറിയാം കരുണാകരൻ സാറേ. പക്ഷേ എനിക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. അതായത് രഘുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ താങ്കൾ എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് സാറേ. അതെങ്ങനെ സാറിന്? അപ്പോൾ സത്യമാണോ അത്? അതൊട്ടും സത്യമൊന്നുമല്ല. എനിക്ക് രഘുവിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എന്ത് കാര്യത്തിനാ? എനിക്കറിയില്ല അതൊന്നും. അല്ലെങ്കിൽ തന്നെ കരുണാകരൻ സാറിന് അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ സാറിനോട് വേറൊരു കാര്യം കൂടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. എന്ത് കാര്യം സാറിന് എന്നോട് പറയാനുള്ളത്? അത് രഘുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കേസ് എങ്ങനെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് സാറിൻ്റെ തലയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അത് സാറിൻ്റെ തലയിലേക്ക് വരാതെ പ്രിയൻ്റെ തലയിലോട്ട് എടുത്തിടാൻ പറ്റും. പ്രിയൻ്റെ തലയിലോട്ടോ? അതെങ്ങനെയാ? അത് പ്രിയൻ രഘുവിനെ തേടി നടന്നതും രഘുവിനെ കണ്ടു കിട്ടണമെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതും എല്ലാം നമുക്കറിയാലോ. പാർവതിക്ക് നടന്ന ആ അന്യായത്തിൻ്റെ പേരിൽ രഘുവിനെ സംശയിക്കുന്നുണ്ട് പ്രിയൻ എന്നുള്ളത് നാട്ടിൽ മൊത്തം പാട്ടാണ്. ആ കാര്യം രഘുവിൻ്റെ ഭാര്യയ്ക്കും അറിയാം. രഘുവിൻ്റെ ഭാര്യയും കൂടെ ചേർന്നിട്ടാണല്ലോ ഒരു കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ രഘുവിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിനെ കൊന്നത് പ്രിയനാണ് എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് പോലീസ് കേസ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രിയൻ്റെ നേരെ തിരിയും. മാത്രമല്ല, പ്രിയൻ ആ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് രഘുവിൻ്റെ കൊലപാതകം അതേ നാട്ടിൽ വെച്ചിട്ട് പ്രിയൻ തങ്ങിയിരുന്ന റിസോർട്ടിന് തൊട്ടടുത്തുള്ള റിസോർട്ടിൽ വെച്ച് നടന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാ രീതിയിലും പ്രിയൻ്റെ തലയിലോട്ട് ഈ കൊലപാതക ശ്രമവും കൊലപാതക കേസും വന്നു വിടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, പ്രിയൻ്റെ ഭാര്യയെ അപമാനപ്പെടുത്തിയതും അതിൽ പ്രിയൻ്റെ ഭാര്യയ്ക്ക് കുട്ടിയുണ്ടായതും എല്ലാം നമുക്കറിയാവുന്നതല്ലേ. അതെല്ലാം രഘുവാണ് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് രഘുവിനെ പ്രിയം വകവരുത്തിയതാണെന്നും കേസ് അങ്ങനെ ഒരു രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് നിർത്തിക്കളയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലീസുകാർക്ക് പറ്റും. സാറേ, ഇതൊക്കെ സത്യം തന്നെയാണോ? സാറ് പറയുന്ന രീതിയിൽ പോലീസുകാർ പറയുമോ? പിന്നെ എന്താ സാറേ സംശയം? ഇതൊക്കെ സത്യം തന്നെയാണ്. അതായത് ഈ രീതിയിൽ അവൻ്റെ ഭാര്യ കംപ്ലൈൻറ്റ് കൊടുത്താൽ പ്രിയനെ പെടുകയുള്ളൂ, സാറിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഭാര്യ എവിടെയാണ് ഉള്ളതെന്നുള്ളത് എനിക്കറിയാം. പിന്നെന്താ സാറേ, നമുക്ക് നാളെ തന്നെ പോവാം, അവളെ കൊണ്ട് സമ്മതിപ്പിക്കാം എന്ന് പറയുകയാണ്.
അങ്ങനെ ഇവർ പിറ്റേ ദിവസം രാവിലെ തന്നെ രഘുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രഘുവിൻ്റെ ഭാര്യയാണെങ്കിൽ ആകെ വിഷമിക്കുകയാണ് കേട്ടോ. രഘുവിൻ്റെ കുഞ്ഞിനോട് തൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നുള്ളത് പറയുന്നതുകൊണ്ട് അവർ കരയുകയാണ്. അപ്പോൾ ഈ സമയത്ത് കരുണാകരനും അരവിന്ദും കൂടെ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അവർ ചോദിക്കുകയാണ്, ആരാ നിങ്ങൾ? അത് പിന്നെ രഘുവിൻ്റെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, കരുണാകരൻ. ഞാൻ പ്രൊഡക്ഷൻ ഹെഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ, സാറിനെ അറിയാം. പക്ഷേ ഇദ്ദേഹം CEO ആണ്. അതായത് മുക്ത മേഡത്തിൻ്റെ അത്രയും തന്നെ പവറുള്ളൊരു വ്യക്തിയാണ് അരവിന്ദ് സാറ്. ഓ, പറഞ്ഞു കേട്ടിട്ടുണ്ട്. രഘുവിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. പക്ഷേ രഘുവിനെ ഇതുപോലെ ആരാണ് ചെയ്തിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ധാരണയൊക്കെ ഉണ്ട്. സാറേ, ആരായിരിക്കും രഘുവിനെ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവുക? മാത്രമല്ല, രഘു അത്ര നല്ലവനൊന്നും ആയിരുന്നില്ല. രഘുവിനാണെങ്കിൽ 100 കണക്കിന് ശത്രുക്കളുണ്ടായിരുന്നു. രഘു എല്ലാവരോടും മോശമായിട്ടല്ലേ പെരുമാറിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പെൺവിഷയങ്ങളിൽ ആര് വേണമെങ്കിലും ആവാലോ. അത് നിങ്ങൾക്കറിയില്ലെങ്കിലും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പ്രിയനാണ് ഈ കാര്യം ചെയ്തതെന്ന്. പ്രിയൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. പ്രിയനെ പോലൊരു നല്ല മനുഷ്യനുള്ളത് കൊണ്ടിട്ടല്ലേ പാർവതിക്ക് ജീവിതം കിട്ടിയത്. എൻ്റെ ഭർത്താവ് കാരണം പാർവതിയുടെ ജീവിതം ഇല്ലാതാകുന്ന സമയത്ത് പ്രിയനല്ലേ പാർവതിയുടെ കഴുത്തിൽ താലി കെട്ടി പാർവതിയെ സ്വീകരിച്ചത്. അങ്ങനെയുള്ളപ്പോൾ പ്രിയൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അത് നിങ്ങൾക്ക് തോന്നുന്നതാ. സത്യം പറയാലോ, ഈ പ്രിയൻ കാരണമാണ് രഘുവിനെ ഗാർമെൻറ്റ്സിൽ നിന്ന് കൈലാഷ് സാറ് പിരിച്ചുവിട്ടത്. അറിയാമോ? അതും സാധാരണ രീതിയിലൊന്നും അല്ലായിരുന്നു. ചെരുപ്പിനടിച്ചുകൊണ്ടാണ് പിരിച്ചുവിട്ടത്. എൻ്റെ പൊന്നു പെങ്ങളെ, ഞാൻ തുറന്നു പറഞ്ഞേക്കാം, രഘു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. രഘു സന്ദർഭത്തിനനുസരിച്ച് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിപ്പോൾ കൈലാഷ് ആണെങ്കിലും പ്രിയനാണെങ്കിലും സന്ദർഭത്തിനനുസരിച്ച് ഓരോരോ തെറ്റുകൾ ചെയ്യുന്നവരാണല്ലോ. നമ്മളൊക്കെ മനുഷ്യന്മാരൊക്കെ തന്നെയല്ലേ. മാത്രമല്ല, ഈ കൈലാഷ് നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ. പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കൈലാഷ് ഒന്നും തരാനും പോകുന്നില്ല, സഹായിക്കാനും പോകുന്നില്ല. മാത്രമല്ല, നിങ്ങളുടെ ഭർത്താവിനെ കൊന്നതിനുള്ള പൈസ മാത്രമേ അവൻ തരുള്ളൂ. അവനും പ്രിയനും കൂടെ ചേർന്നുകൊണ്ടായിരിക്കുള്ളൂ ഈ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടാവുക. പ്രിയൻ നിങ്ങളുടെ ഭർത്താവിനെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ കൊണ്ട് കേസ് കൊടുത്തു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് പ്രിയനെ അവനെ കണ്ട് മാനസാന്തരം വരുത്താനായിട്ടൊന്നും ആയിരുന്നില്ലല്ലോ. അവനെ കണ്ടു കിട്ടിയാൽ കൊല്ലാൻ വേണ്ടി തന്നെയല്ലേ. അങ്ങനെ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൊലയാളിയുടെ പൈസ കിട്ടിയിട്ട് വേണോ നിങ്ങളുടെ മകളെ ജീവിപ്പിക്കാൻ? നോക്ക്, ഞാൻ തരാം നിങ്ങൾക്ക് ആവശ്യത്തിലേറെ പൈസ. ഇപ്പം തന്നെ 1 ലക്ഷം രൂപയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ കയ്യിൽ വെച്ചോ. പിന്നെ എനിക്ക് ഒരേ ഒരു കാര്യം ചെയ്തു തന്നാൽ മതി. പ്രിയൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കണം. എൻ്റെ ഭർത്താവിനെ കൊന്നത് പ്രിയനായിരിക്കും എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട്. ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അത് പിന്നെ സാറേ, പ്രിയൻ്റെ പേരിലോ? പ്രിയനൊരു ഉത്തമനാണ്. അവൻ്റെ പേരിൽ എങ്ങനെയാണ് കേസ് കൊടുക്കാം? നോക്ക്, നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത് അവനാണെന്നുള്ളത് 100% ഉറപ്പാണ്. എന്നിട്ടും നിങ്ങളുടെ ഭർത്താവിൻ്റെ കൊലയാളിയെ നിങ്ങളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഈ പൈസ മേടിക്കാൻ നോക്കുമെന്ന് പറയുകയാണ്. അവർ പൈസ മേടിക്കുകയാണ് കേട്ടോ. പക്ഷെ അവർ ഇരുമനസ്സായിട്ട് നിൽക്കുകയാണ്. പ്രിയൻ്റെ പേരിൽ കേസ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളൊരു സംശയം അവരുടെ ഉള്ളിൽ പ്രകടമാണ് കേട്ടോ. അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും കരുണാകരൻ പറയുകയാണ്, അല്ല സാറേ, നമ്മൾ കരുതിയതുപോലെ ആ സ്ത്രീ പ്രിയനെതിരെ കേസ് കൊടുക്കുമോ? അവർ സംശയിക്കുകയാണ്. അവർ ചിന്തിക്കട്ടെ. 2-3 ദിവസം എടുത്തിരുന്ന് ചിന്തിക്കട്ടെ. അതിനിടയിൽ മറ്റ് ചില സന്ദർഭങ്ങളും കൂടെ നമുക്കുണ്ടാക്കാം. ഉറപ്പായിട്ടും രഘുവിൻ്റെ ഭാര്യ പ്രിയനെതിരെ കേസ് കൊടുക്കും. ആ രീതിയിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആ വീട്ടിലേക്ക് പ്രിയനും അതുപോലെ തന്നെ പാർവതിയും കൂടെ വരികയാണ്. പെട്ടെന്ന് തന്നെ ഇവർ മറയുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ഉണ്ടല്ലോ, നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കുള്ളൂ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ, അങ്ങനെയുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഹൈപ്പ് കൂടെ ചെയ്യണേ, ലൈക്ക് കൂടെ ചെയ്തേക്കണേ, കമൻറ്റ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും കാണാം. അതുവരെ ടാറ്റാ.